നമസ്കാരം. ഇന്നലെ രാവിലെ എഴുന്നേറ്റപ്പം ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കാണാൻ സാധിച്ചു. നമ്മുടെ സഖാവ് ഷിബു ബേബി ജോൺ, ആർഎസ്പിയുടെ നേതാവും മുൻ മന്ത്രിയൊക്കെ ആയിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ എന്തോ കാര്യത്തിൽ പോയപ്പോൾ അദ്ദേഹം യാത്ര ചെയ്ത കാറിന്റെ പ്രത്യേകതയെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹം യാത്ര ചെയ്ത കാറിനകത്ത് ഡ്രൈവറില്ല, ഓട്ടോമാറ്റിക് കാറാണ്, ഡ്രൈവർലെസ് കാറാണ്. എന്നിട്ട് അദ്ദേഹം അതിന്റെ താഴെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതായത് അവിടെ കിട്ടുന്ന കാര്യങ്ങളും വിദേശ രാജ്യങ്ങളിൽ കിട്ടുന്ന ഫെസിലിറ്റീസും അവരെത്രത്തോളം മുമ്പോട്ട് പോയി തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ചെറിയൊരു പാസേജ് അദ്ദേഹം എഴുതിയിട്ടപ്പോൾ അപ്പൊ അദ്ദേഹം പറഞ്ഞത് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം, അദ്ദേഹം അവിടെ ചെന്ന് ഇതൊക്കെ കണ്ടു. ഡ്രൈവർലെസ് ആയിട്ടുള്ള കാറിനെ കുറിച്ച് അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്ന ദിവസം, അതിന്റെ തലേ ദിവസം അല്ലെങ്കിൽ അന്നത്തെ രാത്രി നമ്മുടെ TV ചാനലുകളുടെ ചർച്ചാ വിഷയം അമ്പലത്തിൽ ഉടുപ്പിട്ടുകൊണ്ട് കയറാമോ കയറിക്കൂടായോ എന്നുള്ളതാണ്. അപ്പൊ വിദേശ രാജ്യങ്ങളുടെ ശാസ്ത്രം എവിടത്ത് നിൽക്കുന്നു, നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എവിടത്ത് നിൽക്കുന്നു എന്നുള്ള വ്യത്യാസമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പോഴും നമ്മൾ സംശയിക്കുകയാണ്. നമ്മൾ ചർച്ച ചെയ്യുന്ന അന്തി ചർച്ചകളിലുള്ള മെയിൻ വിഷയമാണ് എന്ത്? മതം, സമുദായം, വിശ്വാസങ്ങൾ. എന്ത് വിശ്വാസം? ഞാനൊരു വിശ്വാസിയാണ്. ഞാൻ രാവിലെ അമ്പലത്തിൽ പോയിട്ടുള്ളത്. ഞാൻ ആ വിശ്വാസത്തെക്കുറിച്ചല്ല പറയുന്നത്. ഇത്തരം വിഷയങ്ങളിൽ സമൂഹത്തിന് വലിയ ഗുണകരമല്ലാത്ത വിഷയങ്ങൾ മെയിൻ സബ്ജക്റ്റായിട്ട് എടുത്ത് അന്ത്യ ചർച്ചകളിൽ വലിയ വാർത്താ ചാനലുകളിൽ ഇത്തരം വിഷയങ്ങളാണ് ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ശാപം. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ വിവാദം ഉണ്ടാക്കുക എന്ന മനഃപൂർവ്വ ലക്ഷ്യമായിട്ട് ഒരു സെന്റൻസ് പറഞ്ഞാൽ ആ സെന്റൻസുകളെ അല്ലെങ്കിൽ ഒരു പ്രസ്താവന ഇറക്കൽ, ആ പ്രസ്താവനയെ കണ്ടില്ലെന്ന് നടിച്ച് അതിനെ ടെലികാസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള ധാർമ്മികത ഓരോ ചാനലുകാർക്കും ഉണ്ട്. ഇപ്പോ പണ്ടൊക്കെ നമ്മൾ ഏത് വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. പക്ഷെ ഇപ്പം നമ്മളൊരു ഏത് വിഷയം ഇപ്പം നമ്മൾ ചർച്ച ചെയ്തില്ല. ഇപ്പം നമ്മൾ ചർച്ച ചെയ്യാൻ ചർച്ചയുടെ ഭാഗമാകാറില്ല. പകരം ചർച്ച കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എവിടെ? വാർത്താ ചാനലുകളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ വെച്ച് അവർ ചെയ്യുന്ന ചർച്ച നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ തലച്ചോറിലേക്ക് അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഇമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ എങ്ങനെ ഇവിടെ ഒരു ഡ്രൈവർലെസ് കാർ വരും? അതൊരു എക്സാമ്പിളാണ് പറഞ്ഞത്. ഡ്രൈവർലെസ് കാർ എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം കൗതുകം തോന്നുന്ന ഒരു കാര്യമാണ്. ആ കൗതുകം നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്ത് വരാൻ ഇനിയും ഒരു 100 വർഷമെങ്കിലും എടുക്കും എന്നാണ് എൻ്റെ ഒരു ഊഹം. നമ്മൾ അത്രമാത്രം ലാഗിയാണ്. ലോകത്തിന്റെ മുന്നിൽ നമ്മൾ അത്രമാത്രം ലാഗിയാണ്. മാൻ പവറും ധനവും സ്ഥലവും ജനങ്ങളും ഒക്കെ ഇത്രയും കഴിവുകളുള്ള ജനങ്ങളുള്ള, ഇത്രയും കഴിവുകൾ ശേഷിയുള്ള, സാമ്പത്തിക ശേഷിയുള്ള രാജ്യത്ത് ഇപ്പോഴും ചർച്ച ചെയ്യുന്ന വിഷയം അമ്പലത്തിൽ കയറുമ്പോൾ ഉടുപ്പിടണ്ട എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തിയേക്കാം. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യത്തില്ല, വാർത്താ ചാനലുകളിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പരസ്യമുള്ളത്. അതെന്തുകൊണ്ടായിരിക്കും ഊഹിക്കാൻ പറ്റും. നമ്മൾ പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ സിനിമ കാണുന്ന ഇടയ്ക്ക് 15 മിനിറ്റോ 20 മിനിറ്റോ കണ്ടാണ് വാർത്ത. ഇപ്പോഴും അത്രയൊക്കെ തന്നെ വാർത്തകളുടെ ആവശ്യമുള്ളൂ. അനാവശ്യമായ ഒരു വിഷയത്തെ എടുത്ത് പൊലിപ്പിച്ച് അവർ പറയുന്നിടത്തോളം സമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നേരെ മറിച്ച് നമ്മൾ ദൂരദർശന്റെ വാർത്ത കണ്ടു നോക്കിയാൽ 15 മിനിറ്റ് സ്വസ്ഥമായിട്ട് വാർത്ത കേൾക്കാം, കാര്യങ്ങളറിയാം, നമുക്ക് അടുത്ത വഴിക്ക് പോകാം. പക്ഷെ ഇത് 24 മണിക്കൂറും വാർത്തകൾ ഇവർ സൃഷ്ടിച്ച കാര്യം അവരുടെ ചാനലിൽ പിടിച്ചിരിക്കണം. അപ്പൊ അവര് ഇപ്പൊ വന്ന് വാർത്താ ചാനലുകൾക്കാണ് ഏറ്റവും കൂടുതൽ പരസ്യം. കാരണം എന്താ? ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത് അതായതുകൊണ്ടാണ് അവർക്ക് പരസ്യം കിട്ടുന്നത്. ഒറ്റ കാര്യം നമ്മൾ തീരുമാനിച്ചാൽ മതി. നമ്മുടെ നാട് രക്ഷപ്പെടണമെങ്കിൽ ആദ്യം നമ്മളിലേക്ക് ചർച്ചകൾ എത്തിക്കുന്ന ഇത്തരം ചാനലുകൾ കാണാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. കാണാൻ ആളില്ലെങ്കിൽ കാണിക്കാൻ ആള് കാണത്തില്ല. കാണുന്ന വാർത്താ ചാനലുകൾ നിങ്ങൾ എത്രത്തോളം കാണുന്നത് കുറയ്ക്കുന്നോ അത്രത്തോളം നമ്മുടെ നാട് വികസിച്ചു തുടങ്ങും എന്നാണ് നിലവിൽ എനിക്ക് തോന്നുന്നത്. നമ്മുടെ ചലച്ചിത്ര അക്കാദമി അദ്ദേഹം പ്രേംകുമാർ സാർ പറഞ്ഞു, സീരിയലുകൾ എൻഡോസൾഫാനേക്കാൾ വിഷമാണ്, അവർക്ക് സെൻസറിങ് ഏർപ്പെടുത്തണം എന്ന്. എല്ലാ സീരിയലുകളെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയുന്നില്ല എങ്കിൽ തന്നെ അദ്ദേഹം ഉദ്ദേശിച്ച വസ്തുത കൂടുതൽ സീരിയലുകളിൽ ഒറ്റ പാറ്റേണിൽ ഒറ്റ ലൈനിൽ തന്നെ കുടുംബ ബന്ധങ്ങളെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ ചിത്രീകരിക്കുന്നു. അത് സെൻസർ ചെയ്യണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അത് പിന്നെ വിവാദമായി, എല്ലാം വിവാദമാകുന്നുണ്ട്. 1-2 ദിവസത്തേക്ക് വിവാദമാകുകയാണ്. അദ്ദേഹം ഉദ്ദേശിച്ച സെൻസ് ഇതാണ്. എല്ലാം ഒരേ ലൈനിൽ തന്നെ പോകുന്നു, അത് ശരിയല്ലാത്ത രീതിയിലാണ് പോകുന്നത്, അത് സെൻസർ ചെയ്യണം. പക്ഷെ ഞാൻ അദ്ദേഹത്തെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അംഗീകരിക്കുന്നു. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, സീരിയലുകളെ സെൻസർ ചെയ്യുന്നതിന് മുന്നേ വാർത്താ ചാനലുകളെ സെൻസർ ചെയ്യാനുള്ള സെറ്റപ്പുകളുണ്ടാകും. അങ്ങനെ ആകേണ്ടിയിരിക്കും. എങ്ങനെ സെൻസർ ചെയ്യണം? അശ്ലീല പദങ്ങളൊന്നും ഇപ്പോഴും ചാനലുകാർ ഉപയോഗിക്കുന്നില്ല, വാർത്താ ചാനലുകാർ ഉപയോഗിക്കുന്നില്ല. അതല്ല പറഞ്ഞത്, നല്ല നല്ല വാർത്തകൾ, പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ, ഗുണങ്ങൾ രാജ്യത്തിനും നാടിനും നാട്ടുകാർക്കും
പോസിറ്റീവായിട്ട് വരുന്ന ഗുണഫലമായി വരുന്ന വാർത്തകൾ പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ നിർബന്ധിക്കുന്ന രീതിയിലേക്ക് സെൻസറിങ് ഏർപ്പെടുത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോഴും നമ്മുടെ മന്ത്രിയായിരുന്ന അദ്ദേഹമാണ് പറയുന്നത്. അദ്ദേഹത്തിന് പോലും കൗതുകം തോന്നി എന്നാ പറയുക. അദ്ദേഹം നല്ല മനുഷ്യനാണ്, നല്ല വർണ്ണാർത്ഥമായിരുന്നു. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് കൗതുകം തോന്നി. ഇവിടെ ഒരു മന്ത്രിയായിരുന്ന ആള് അവിടെ ചെന്ന് കൗതുകം തോന്നുന്ന നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നോക്കണം. അവിടെ അവര് ഡ്രൈവറില്ലാതെ കാർ ഓടിച്ചു തുടങ്ങി. ഇവിടെ ഇപ്പോഴും നമ്മൾ സംശയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടുപ്പിടണോ വേണ്ടായിരുന്നു. അമ്പലത്തിൽ കയറുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു, അവരെവിടെ നിൽക്കുന്നു. നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും ഡ്രൈവർ ഇല്ലാത്ത കാറൊക്കെ ഓടിക്കുന്ന സെറ്റപ്പിലേക്ക് നമ്മൾ എത്തുമ്പോഴേക്കും അമേരിക്കക്കാർ എവിടെത്തുമായിരിക്കും. അപ്പൊ നമ്മൾ എല്ലാ കാലവും ഡെവലപ്ഡ് കൺട്രീസിനേക്കാൾ 100-150 വർഷം പുറകിലാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മാറണ്ടേ? ഓക്കെ, താങ്ക് യു.